ബോധവൽക്കരിക്കുന്നതിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തിയെടുക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനത്തിന്റെ ഭാഗമായി MVS മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും ട്രോൾ പെരിന്തൽമണ്ണയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന റൺ ഫോർ ഹാർട്ട് ആൻഡ് ഹെൽത്ത് വാക്കത്തോൺ അങ്ങാടിപ്പുറത്തു നിന്നും ആരംഭിച്ചു MVS മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സമാപിക്കും. പോലും നഷ്ടമാവരുതെന്ന 2025 ലോക ഹൃദയ ദിനത്തിന്റെ പ്രസക്തമായ ക്യാപ്ഷൻ മുന്നിൽ വെച്ച് MVS മെഡിക്കൽ കോളേജ്. ഹൃദയാഘാതം ഇന്ന് കേരളത്തിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്നു. അതിൽ പ്രത്യേകമായിട്ട് ഇപ്പോൾ നമുക്ക് കാണുന്ന ഒരു റിസ്ക് ഫാക്ടറാണ് ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, പിന്നെ അതിലൂടെ വീട്ടിലിരുന്ന് നമ്മൾ TV കാണാറുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്ക്രീൻ ടൈമിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഒരു ദിവസം 4 മണിക്കൂർ കൂടുതൽ സ്ക്രീൻ ടൈമിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത 2 മണിക്കൂറിൽ കുറഞ്ഞ് ഹൃദയാഘാതം കുറഞ്ഞ സമയത്തിൽ സ്ക്രീൻ ടൈം കാണുന്ന ആൾക്കാരെക്കാളും 3 ഇരട്ടി കൂടുതൽ എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എത്രയും പറ്റുന്നത്രയും സ്ക്രീൻ ടൈമുകൾ കുറവാക്കുക, നല്ല ജീവിതശൈലി നിലനിർത്തുക. ഈ എല്ലാ വേദനകളും നെഞ്ചുവേദനയായിട്ട് കണക്കൂട്ടാൻ പറ്റുമോ സാറേ? എല്ലാ വേദനയും നെഞ്ചുവേദനയായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. ഹൃദയാഘാതം വരുന്നതായ ചില ലക്ഷണങ്ങളുണ്ട്. ഹൃദയാഘാതത്തിൽ വരുന്ന ഹൃദയവേദനയ്ക്ക് 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഹൃദയാഘാതത്തിൽ വരുന്ന വേദനയുടെ ദൈർഘ്യം, വേദനയുടെ തീവ്രത, വേദന ഉണ്ടാകുന്ന സ്ഥലം. നെഞ്ചിൻ്റെ നടുഭാഗത്തായിട്ടാണ് മിക്കവാറും രോഗികൾക്ക് ഹൃദയാഘാതത്തിൻ്റെ വേദന അനുഭവപ്പെടാറുള്ളത്. ഈ വേദന ചുരുങ്ങിയത് 20 മിനിറ്റെങ്കിലും നിലനിൽക്കുന്നതായിരിക്കും മിക്കവാറും ഹൃദയ രോഗികൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവുക. ഈ വേദന നെഞ്ചിൻ്റെ ഭാഗത്തും കഴുത്തിലേക്കും ഇടത് കൈ പുറംവശത്തും ഈ വേദന പടരാവുന്നതാണ്. ഇങ്ങനെ കാണുന്ന വേദനയായിരിക്കും മിക്കവാറും ഹൃദയാഘാതം ഉണ്ടാവുന്നത്.